നാളത്തെ എക്സാമിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ക്യാരക്ടർ സ്കെച്ച്. മിക്കവാറും 5-6 മാർക്കിനൊക്കെ ചോദിക്കാറുണ്ട്, 4-5 മാർക്കിനൊക്കെയാണ് പൊതുവെ ക്യാരക്ടർ സ്കെച്ച് ചോദിക്കാറുള്ളത്. അപ്പോൾ ആ ക്യാരക്ടർ സ്കെച്ചിന്റെ കംപ്ലീറ്റ് ഫോർമാറ്റ് നമ്മൾ പഠിക്കാൻ പോകണം. ഏത് ക്യാരക്ടർ സ്കെച്ച് ചോദിച്ചു കഴിഞ്ഞാലും നമുക്ക് സെറ്റ് ആക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ആ ഒരു ഫോർമാറ്റ് പറയാൻ പോകുന്നത്. സോ ഇതുപോലുള്ള വീഡിയോസിന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ഫോർമാറ്റ് ഇതാണ്. ക്യാരക്ടർ സ്കെച്ച് ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ ആ ഒരു ക്യാരക്ടർ സ്കെച്ചിന്റെ ആ ക്യാരക്ടറുടെ പേര് ഹെഡിങ് ആക്കി എഴുതുക. അദ്ദേഹം ഏത് ചാപ്റ്ററിൽ നിന്നാണ്, ആ ചാപ്റ്ററുടെ ഓതർ പേര് എഴുതി കൊടുക്കാം. ആൻഡ് അദ്ദേഹത്തിന്റെ ആ ഒരു ക്യാരക്ടറിന്റെ റോൾ എന്താണെന്ന് സ്റ്റാർട്ടിങ്ങിൽ എഴുതി കൊടുക്കാം. ആൻഡ് ക്യാരക്ടറിന്റെ ഫിസിക്കൽ അപ്പിയറൻസ്, ലുക്ക് ലൈക്ക് എങ്ങനെയാണ്, അദ്ദേഹത്തിന്റെ അപ്പിയറൻസ് എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതും ആദ്യം എഴുതി കൊടുക്കാം. അദ്ദേഹത്തിന്റെ ബിഹേവിയർ, മെയിൻ ആയിട്ടുള്ള പോയിന്റ് പറയുന്നത് അദ്ദേഹത്തിന്റെ ബിഹേവിയർ ആണ്. മറ്റു ക്യാരക്ടേഴ്സുമായിട്ടുള്ള ബിഹേവിയർ പറഞ്ഞു കൊടുക്കണം. ആൻഡ് ക്യാരക്ടറിന്റെ മറ്റു ക്യാരക്ടേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, ആ ഒരു ക്യാരക്ടറിൽ നിന്ന് ആ ചാപ്റ്ററിൽ വേറെ ക്യാരക്ടേഴ്സുമായിട്ട് ഇദ്ദേഹം കോൺടാക്ട് ഉണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ഡീറ്റെയിൽസ് പറഞ്ഞു കൊടുക്കാം. ആൻഡ് ഈ ഒരു സ്റ്റോറിയിൽ നിന്നുള്ള ഈ ക്യാരക്ടറിന്റെ ബിഹേവിയർ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞു. ഈ ക്യാരക്ടറിന്റെ ബിഹേവിയർ ഇപ്പോൾ മോശമാണെങ്കിൽ, ആ മോശം അല്ലെങ്കിൽ നല്ലതാണെങ്കിൽ അതിന് പറ്റുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം കൂടി പറഞ്ഞിട്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ക്യാരക്ടർ സ്കെച്ച് കംപ്ലീറ്റ് ആയി. ഈ വരുന്ന ക്രിസ്മസ് എക്സാമിൽ നിങ്ങൾ ഗസ് ചെയ്തോ ഏത് ക്യാരക്ടർ ആയിരിക്കും വരാൻ സാധ്യതയുള്ളത്? ജസ്റ്റ് കമന്റ് ബോക്സിൽ ഗസ് ചെയ്തോ, നിങ്ങളുടെ ഫ്രണ്ട്സിന് വീഡിയോ അയച്ചു കൊടുത്തോ. ഫോർമാറ്റ് കീപ്പ് ചെയ്യുക, ഫുൾ മാർക്ക് നേടുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.